ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2-ന്റെ നാളെയും മറ്റന്നാളൊക്കെ വരാനിരിക്കുന്ന പുതിയ വിശേഷങ്ങൾ നമുക്ക് കേട്ടാലോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 1-2 ദിവസം നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലുമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ധർമ്മൻ ദേവമംഗലം വിട്ട് നമ്മുടെ സുകന്യയും കൂട്ടി പോവാണ്. കാരണം തന്നെ ഒരു കള്ളനെ പോലെ ആക്കി മറ്റുള്ളവരുടെ മുമ്പില് ഇത്രയും നാള് ഒരു അളിയനെയും ചേച്ചിയും തന്റെ അച്ഛനും അമ്മയും സ്ഥാനം കൊടുത്ത് ധർമ്മൻ കണ്ടിരുന്ന തന്റെ ബാലൻ അളിയനും അതുപോലെ ഗോമതി ചേച്ചിയും ഇത്രയും ഒരു വിഷമം തനിക്ക് വരുത്തി വെക്കുമേ. ചെയ്യാത്ത തെറ്റിനെ തന്നെ ഒരു കള്ളനെ പോലെ മറ്റുള്ളവരുടെയും മക്കളുടെയും മരുമക്കളുടെയും മുമ്പിൽ നിർത്തിയ ധർമ്മന് അതൊട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങാണ്, ദേവമംഗലം വിട്ട് ഇറങ്ങാണ്. ആ ഒരു സീന് ഞാൻ 1-2 എപ്പിസോഡുകളിലായിട്ടൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും പറയുമ്പോൾ പിന്നെ ആ ഒരു ഇതിനൊരു ഒരു ഒരു ഇതുണ്ടാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല കേട്ടോ. പക്ഷെ ധർമ്മൻ അവിടെ നിന്ന് ദേവമംഗലം വിട്ട് ഇറങ്ങുമ്പോൾ സുകന്യക്ക് മതി ധർമ്മേട്ട, ഇനി ഒരു ചെറിയ മുട്ടുസൂചി പോലും നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ കാണാണ്ട് പോയ ധർമ്മേട്ടനെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഇനി മുതൽ ഇവിടെയുള്ള ഒരു ഇത് നമുക്ക് വേണ്ട, നമുക്ക് ഇറങ്ങാൻ ധർമ്മേട്ട, ഞാൻ ഇന്ന് തൊട്ട് പറയണു. അല്ലെങ്കിൽ നമുക്ക് ദേവമംഗലത്ത് ആരും സപ്പോർട്ട് ചെയ്യാനില്ല, നമുക്ക് പോവാം, നമുക്ക് എന്തായാലും നമ്മുടെ കുടുംബ വീടുണ്ടല്ലോ കൃഷ്ണമംഗലം. അപ്പോഴേക്കും നമ്മുടെ ധർമ്മം പറയും, അതെ നമ്മള് കൃഷ്ണമംഗലത്തേക്കല്ല പോകുന്നത്. അല്ലയോ, പിന്നെ ഈ രാത്രി എങ്ങോട്ട് പോവാനാ? അപ്പൊ ധർമ്മം പറയും, അതെ ഞാന് കൂലിവേല ചെയ്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ നോക്കും. നമുക്കിപ്പോ തൽക്കാലം ഏതെങ്കിലും ഒരു ചെറിയൊരു റൂം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് താമസം മാറാം. അതിനുശേഷം നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കാം. ധർമ്മേട്ടൻ എന്താ പറയണേ, നമ്മൾ കൃഷ്ണമംഗലത്ത് പോയെന്നും പറഞ്ഞാൽ ഇപ്പൊ എന്താ സംഭവിക്കുക? കാരണം നമുക്ക് ധർമ്മേട്ടനും കൂടെ അവകാശപ്പെട്ടതല്ലേ കൃഷ്ണമംഗലം, പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? നമുക്ക് പോവാം ധർമ്മേട്ടാന്നും പറയാം. അപ്പം പക്ഷേ നമ്മുടെ ധർമ്മൻ അതത്ര ഇഷ്ടമല്ല. കാരണം വേറൊന്നുമല്ല, ധർമ്മം പറയുന്നത്, അതായത് താൻ ഈ രാത്രിയിൽ ദേവമംഗലം വിട്ടിട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെന്നാൽ അത് എൻ്റെ അളിയനും എൻ്റെ പെങ്ങക്കും അത് ഒരുപാട് ഒരു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും. കാര്യം ഞാനും എൻ്റെ അളിയനും പെങ്ങളും തമ്മിൽ ആ കുടുംബമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും വഴക്കുണ്ടായി, അത് ഞങ്ങൾ പറഞ്ഞു തീർക്കും. പക്ഷെ അതൊരു വൈരാഗ്യം പോലെ ഞങ്ങളത് മനസ്സിലിട്ട് കൊണ്ടുപോയില്ല. അത് മനസ്സിലായോ നിനക്കെന്ന് പറയാം. സുകന്യ ഒരു AC-യിലൊക്കെ പോയി കിടക്കാം ഇനി മുതൽ എന്ന രീതിയിൽ ഡ്രസ്സും എല്ലാം പെട്ടിയും പ്രമാണമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയതായിരുന്നു ധർമ്മന്റെ പിന്നാലെ. ഇതറിഞ്ഞെങ്കിൽ സുകന്യ ഇറങ്ങില്ലായിരുന്നു. ആകെ ഗതികെട്ട ഒരു പരുവായിപ്പോയി. അങ്ങനെ ധർമ്മൻ ആ വീട് വിട്ട് ഇറങ്ങി ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്ത് മാറുകയാണ്. ആകെ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്, ബാലന് ഏറ്റവും കൂടുതൽ. കാരണം തന്റെ മകനെ പോലെയാണ് ധർമ്മനെ കാണുകയും വളർത്തുകയും ഒക്കെ ചെയ്തത്. ആ സ്ഥാനത്ത് നിന്ന് എന്റെ ധർമ്മൻ ഞാൻ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ അവൻ അങ്ങനെ ഇറങ്ങി പോവുമോ? ബാലൻ അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. കാരണം ധർമ്മൻ അങ്ങനത്തെ ഒരാളല്ല. അവൻ വെറുതെ പറഞ്ഞു പിണങ്ങി ഇങ്ങനെ പോയിരുന്നാലും അവൻ ഒരിക്കലും അങ്ങനെ മാറിപ്പോവില്ല. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയണേ ആയിരിക്കും എന്നൊക്കെ കൺസെപ്റ്റ് ആയിരുന്നു ബാലന്. പക്ഷെ ബാലന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ധർമ്മൻ സുകന്യയും കൂട്ടി ദേവമംഗലം വിട്ടിറങ്ങിയത്. ഇത് കണ്ടിട്ട് ദേവിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം താൻ ഈ കടയിൽ ഗോമതി സ്റ്റോഴ്സിൽ എന്ന് തൊട്ട് പോയി തുടങ്ങിയോ, ആ പോയി തുടങ്ങിയത് കൊണ്ടല്ലേ ഒരു 2000 രൂപ, ഇപ്പൊ ഒരു 25,000 രൂപ ഇതൊക്കെ പോയതും അത് ഇങ്ങനെ കണ്ടുപിടിക്കാനും അത് മാമന്റെ പേരിലായതും. അങ്ങനെ അതോർത്ത് ദേവി ഏങ്ങി കരയായിരുന്നു കേട്ടോ. ഇതേ സമയം ആനന്ദിന് സഹിക്കാൻ പറ്റുന്നില്ല. ആനന്ദ് നേരെ ചെന്നിട്ട് നമ്മുടെ ദേവീനെ റൂമിലോട്ട് കയറ്റിക്കൊണ്ട് പോയിട്ട് നല്ല പോലെ വഴക്ക് പറയാണ്. കാരണം നിനക്ക് സമാധാനമായല്ലോടി, നീ നിന്റെ ഞങ്ങളുടെ ഗോമതി സ്റ്റോഴ്സിൽ പോവാത്തതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മാമനെ അവരെ കുടുംബത്തെ ഇറക്കി വിട്ട് നീ ആരെയാടി ഇറക്കി വിടാനിരിക്കുന്നത്? നീ നടത്തിക്കോടി, നീ ചെയ്തോടി, നിന്റെ വിളയാടൽ എന്നെ നടക്കട്ടെ എന്ന രീതിയിൽ കുറേ പറയണം കേട്ടോ ആനന്ദ്. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞത് ആനന്ദിന് ആകെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. എന്നിട്ട് ആനന്ദ് നേരെ ദേവി കേൾക്കാണ്ട് നമ്മുടെ ഉദയഭാനുവിനെ വിളിക്കുകയാണ്. എടോ, അപ്പൊ ഉദയഭാനു ഫോൺ എടുക്കുകയാണ്. ആനന്ദിന് മോന്റെ കോളാണെന്ന് അറിഞ്ഞപ്പോ തന്നെ പേടിച്ച് വിറച്ചാണ് ഉദയഭാനു കോൾ എടുക്കണത്. എന്നിട്ട് പറയടോ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എവള് ഇനി മേലാൽ ഗോമതി സ്റ്റോഴ്സ് പോവരുതെന്ന്? എത്ര പ്രാവശ്യം പറഞ്ഞു? താൻ എന്തെങ്കിലും അവളെ കണ്ട് സംസാരിച്ച് ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയോടോ എന്ന് ചോദിക്കുക. അപ്പൊ ഉദയഭാനു പറയാം, മോൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പറയാവുന്ന
അത്രയും അവളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ അവളെ സംബന്ധിച്ച് അവള് പറയണത് അവൾക്ക് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഓർമ്മയും അങ്ങനെയൊക്കെ ആയിട്ട് മനസ്സ് ഒരുപാട് വിഷമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവള് കുറച്ച് ദിവസം മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി പോണതാ മോനെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഗോമതി സ്റ്റോഴ്സിൽ, പക്ഷെ മോളെ കാണാൻ പറ്റിയില്ല ആനന്ദേ എന്ന് പറഞ്ഞു. താൻ ഇന്ന് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ വന്നോ? അതേ മോനെ, ഞാൻ വന്നപ്പോ മോളില്ലായിരുന്നു, അവള് ചായ കുടിക്കാൻ എന്തോ പോയിരുന്നു. ധർമ്മം പറഞ്ഞില്ലേ മോളുടെ അടുത്ത്? അപ്പോഴാണ് നമ്മുടെ ആനന്ദ് മനസ്സ് ചിന്തിക്കുന്നത്, അതായത് ഇയാള് നമ്മുടെ കടയിൽ വന്നോ എന്ന കള്ളൻ കപ്പലിൽ തന്നെ. കാരണം ഇയാൾ ആ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ 25,000 രൂപ മുക്കിയത് മിക്കവാറും ഇയാൾ തന്നെ ഇരിക്കുക. അപ്പോഴേക്ക് ആനന്ദ് ചോദിച്ചു, ഓഹോ, താൻ ഇന്ന് അപ്പൊ കടയിൽ വന്നു അല്ലെ? അപ്പൊ അങ്ങനെ താൻ ഇന്ന് കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കടയിൽ നിന്ന് പോയ 25,000 രൂപയും താൻ ഇസ്കിയതായിരിക്കും എന്ന് പറഞ്ഞു. മോൻ എന്തൊക്കെയാ ഈ പറയണത്? ഞാനോ? എന്നെ അങ്ങനെയാണോ? അയ്യോ, തന്റെ ചരിത്രമൊന്നും തന്നെ കണക്കാക്കണമെന്നും താൻ എന്നോട് പറയാൻ നിൽക്കണ്ട എന്ന രീതിയിൽ ആനന്ദ് പറയണം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ആനന്ദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയഭാനുവിന് മനസ്സിലായി തന്റെ കള്ളത്തരം അവിടെ പൊളിഞ്ഞു എന്നുള്ളത് ഉദയഭാനുവിന് മനസ്സിലാവുന്നു. പക്ഷെ ഉദയഭാനു എങ്കിലും പിടിച്ചു നിൽക്കും. മോൻ എന്തൊക്കെയാ ഈ പറയണത്? മോൻ എന്നെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. എന്റെ ദേവി മോൾ നിൽക്കുന്ന ആ സ്റ്റോഴ്സിൽ വന്ന് ഞാൻ പണം മോഷ്ടിച്ചു എന്നോ? മോൻ എന്തൊക്കെയാ ഈ പറയണത് എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു കിടന്ന് ഭയങ്കര ആക്ടിങ് ആണ് കേട്ടോ. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും പറയാൻ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടണ്ടേ ആനന്ദിന്റെ മുന്നിൽ. ആനന്ദ് പറഞ്ഞു, താനും തന്റെ മോളും കൂടെ എന്റെ കുടുംബവും എന്റെ കടയും എല്ലാം നശിപ്പിക്കാനാണെങ്കിൽ ഇതേ മോളെയും വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങിക്കൊണ്ട് ഇവിടുന്ന്. തന്റെ കള്ളത്തരം ഞാൻ കാണിച്ചു തരാം. നാളെ അച്ഛന്റെ മുമ്പിൽ ഞാൻ അവളെ കൊണ്ട് എന്നെ സത്യം ഞാൻ പറയിപ്പിച്ച് കാണിച്ചു തരാടോ എന്ന് പറയും. എന്നിട്ട് ആനന്ദ് ഫോൺ അങ്ങ് വെക്കാൻ കേട്ടോ. അപ്പൊ ആനന്ദ് ഈ ഫോണിൽ കൂടെ സംസാരിക്കണേക്ക് നമ്മുടെ ദേവി കേൾക്കുകയാണ്. അപ്പം അച്ഛൻ ഇന്ന് വന്നിരുന്നോ? അപ്പോഴ് ആനന്ദ് നേരെ ദേവിയുടെ അടുത്ത് ചെല്ലാണ്. എടി, തന്തയും മോളും കൂടെ വലിയ കളിയൊന്നും ഇവിടെ കളിക്കാൻ നിൽക്കണ്ട. നിന്റെ തന്ത ഇന്ന് കടയിൽ വന്നിട്ട് 25,000 രൂപ കട്ടുകൊണ്ട് പോയി. എന്നിട്ട് എന്റെ മാമന്റെ പേരിൽ ആ കുറ്റം ചുമത്തിയിട്ട് നീ എന്റെ മാമനെ ഈ പടിയിറക്കി അല്ലേടി എന്ന് വെച്ചു. അപ്പം ദേവി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കണ്. എന്താ ഈ പറയണേ? എന്റെ അച്ഛൻ വന്നിരുന്നു എന്നോ? ആനന്ദിട്ട് എന്താ പറയണേ? അതെ, നീ വല്ല അഭിനയൊന്നും എന്റെ മുമ്പിൽ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ തന്ത വരികയും ചെയ്തു, എന്റെ കടയിൽ നിന്ന് 25,000 രൂപ എടുക്കുകയും ചെയ്തു. അച്ഛന്റെ മോളെ കള്ളത്തരൊക്കെ ഞാൻ നാളെ നേരം വിളിക്കുമ്പോ എന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കാൻ കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് അപ്പോഴാണ് ഒരു ചിന്ത പറഞ്ഞത്. ഇതിനു മുമ്പേയും ഉദയഭാനു കടയിൽ വന്നിരുന്നു. അന്നാണ് ഒരു 2,000 രൂപ പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വന്നു എന്ന് അറിയണോ? അപ്പോഴും 25,000 രൂപ. ദേവിയുടെ മനസ്സിന്റെ നിയന്ത്രണം വിടേണ്ട. തന്നെ എവിടെ ചെന്നാലും തന്നെ ജീവിക്കാൻ അനുവദിക്കൂല. ഒരു സ്വന്തം അച്ഛനാണ്, ഒരു മകള് കല്യാണം കഴിഞ്ഞ ഒരു പോയിക്കണ വീടാണ് എന്ന പോലും ഒരു ചിന്തയില്ലാത്ത ഒരു അച്ഛൻ, മോളെ കുറിച്ച് ഒരു മനസാക്ഷി പോലും ഇല്ലാണ്ട് എന്നെ കൂടെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത എന്ന രീതിയിൽ ദേവി വിളിക്കുകയാണ് ഉദയഭാനുവിനെ. അച്ഛൻ ഇന്ന് ഗോമതി സ്റ്റോഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉദയഭാനു പതുക്കെ ഇങ്ങനെ ഞെരുങ്ങി നിന്നിട്ട് പറയാം, അത് പിന്നെ മോളെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് അവിടെ നിന്ന് ബാലച്ചൻ മേശയ്ക്കകത്ത് വെച്ചിരുന്ന 25,000 രൂപ അച്ഛൻ എടുത്തോ ഇല്ലയോ? അത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ അത് പിന്നെ നിനക്കറിയാലോ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും പലിശക്കാരും ഒക്കെ ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് അച്ഛൻ അറിയാണ്ട് പണം അവിടെ ഇരിക്കണ കണ്ടപ്പോ അച്ഛന്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ എടുത്തുപോയി. ആയിക്കോട്ടെ, അച്ഛൻ എടുത്തോളൂ. ഇനി മുതൽ ഞാനും വീട്ടിൽ വന്ന് നിന്നോളാം. എന്റെ ജീവിതം അച്ഛൻ തൊളിച്ചു തന്നു, ഇനിയും തൊളിച്ചു. ഇനി ഈ ദേവമംഗലത്തിൽ നിന്നും കൂടെ ഞാൻ പടി ഇറങ്ങാത്തതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആയിക്കോട്ടെ, അച്ഛനായിട്ട് തന്നെ എനിക്ക് എന്റെ ജീവിതം ഒരെണ്ണം തരുകയും ചെയ്തു. ആ ജീവിതം അച്ഛൻ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം കേട്ടോ. ആകെ ഒരു വല്ലായ്മയായി. ഇപ്പൊ ഉദയഭാനുവിന് എന്ത് ചെയ്യണോന്ന് അറിയില്ല കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം കാണിക്കുന്ന നമ്മുടെ ദേവി കടയിലോട്ട് ചെല്ലുകയാണ്. കടയിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ദേവി നമ്മുടെ ബാലച്ചന്റെ അടുത്ത് ഈ സത്യങ്ങളൊക്കെ ഒന്ന് പറയണം. കാരണം ധർമ്മമാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ വന്നു, പക്ഷെ ദേവി അച്ഛൻ ഇങ്ങനെ എടുത്തു എന്നുള്ളത് ഒരു കള്ളനാക്കിയല്ല ചിത്രീകരിക്കാൻ നിൽക്കുന്നത്. അത് വേറൊരു
വേറൊരു രീതിയിലാണ് ബാലചന്റെ അടുത്ത് ചിത്രീകരിക്കുന്നത്. പക്ഷെ വേറൊരു കേസുണ്ട്. നമ്മുടെ രാമേട്ടൻ ഈ ബാലച്ചന്റെ ഒരു കാര്യത്തിൽ ഒരു സംശയം നമ്മുടെ രാമേട്ടൻ ഉണ്ടായിരുന്നു. കാരണം വേറൊന്നും അല്ല, ഈ 2 ദിവസവും ഈ പണം പോയി എന്ന് പറയപ്പെടുന്ന സമയത്ത് നമ്മുടെ ദേവി മോളുടെ അച്ഛൻ ഉദയഭാനു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം രാമേട്ടന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു. അതായത് ഈ ഉദയഭാനു സാറ് വന്ന സമയത്ത് ഇനി ക്യാഷ് എന്തെങ്കിലും കിട്ടാണ്ട് എന്തെങ്കിലും ചിലപ്പോൾ ഈ ഗൂഗിൾ പേ മറ്റുമൊക്കെ സംവിധാനങ്ങളാണല്ലോ, അപ്പൊ അങ്ങനെ എങ്ങാനും പൈസ കിട്ടാണ്ട് വന്നപ്പോ ചിലപ്പോ എടുത്തതാണോ. എന്നാൽ 25,000 രൂപ പോയി എന്ന് പറഞ്ഞപ്പോ രാമേട്ടൻ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതിനിടയിൽ നമ്മുടെ ധർമ്മനെ ബാലേട്ടൻ കുറ്റപ്പെടുത്തിയ സമയത്ത് ധർമ്മം അളിയന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അളിയൻ എന്റെ ഭാര്യയ്ക്ക് ഒരു വള അല്ലെങ്കിൽ ഒരു കമ്മൽ അല്ലെങ്കിൽ ഒരു പൊട്ട് മേടിച്ചതിന് ഞാൻ കണക്ക് കാണിക്കണം അല്ലെ. ഇത്രയും നാള് അളിയൻ എന്റെ അടുത്ത് മാസം നീ ഒരു എമൗണ്ട് ആയിട്ട് ഇത്ര രൂപ ശമ്പളം മേശയിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ കൂടി അളിയ ഞാൻ ആ മേശ തുറന്ന് ഇന്നേ വരെ 1 രൂപ എടുത്തിട്ടില്ല. അളിയൻ എടുത്ത് എന്റെ കയ്യിൽ തന്നാൽ മാത്രമാണ് ഞാൻ ആ പൈസ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ധർമ്മൻ ബാലന്റെ മുമ്പില് ആ ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്, ദേ ഞാൻ ഒരു ചെറിയ ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു, ആ ചിട്ടി പിടിച്ച പൈസക്കാണ് ഞാൻ ഇന്ന് ആ വാച്ച് മേടിച്ചത്, അതിന്റെ റിസീപ്റ്റും കാര്യങ്ങളും അളിയൻ ദേ കണ്ടോളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ധർമ്മ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. അപ്പൊ പറഞ്ഞു, മതി അളിയ മതി, ഇനി അളിയൻ അധികം ഒന്നും സംസാരിക്കണ്ട, കാരണം അളിയന്റെ കട. നീ എന്താ ഈ പറയണത്? എന്റെ കടയോ? അപ്പൊ നിന്റെ കടയല്ല, എന്റെ കടയല്ല, അളിയന്റെയും ഗോമതി ചേച്ചിയുടെയും അതുപോലെ അളിയന്റെ 3 ആമക്കളുടെയും മരുമക്കളുടെ ഒക്കെ കടയാ. പക്ഷെ ഈ ധർമ്മന്റെ കടയല്ലത്. ഇന്ന് വരെ ധർമ്മൻ അങ്ങനെയല്ല ആ കട കണ്ടിട്ടുള്ളത്. എനിക്ക് ഈ ദേവമംഗലവും കടയും എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം വലുതാണെന്ന് അളിയൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. കാരണം എന്നെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിയത്. നാളെ ഒരു മൊട്ടുസൂചി പോയിരുന്നാലും നിങ്ങൾ എന്നെ ഒരു കള്ളനായിട്ട് ചിത്രീകരിക്കും. അളിയന്റെ മക്കളെ കള്ളനാക്കി ചിന്തിച്ചോ? എന്നെ മാത്രമല്ല ഈ പൈസ കാണാണ്ട് പോയപ്പോ ചിന്തിച്ചോളൂ. അപ്പൊ ബാലൻ പറയുന്നുണ്ട്, എടാ നീ ഇന്നൊരു വാച്ച് മേടിച്ചു 25,000 രൂപ അടുപ്പിച്ചായെന്ന് പറഞ്ഞു. അപ്പൊ നീ എങ്ങാനും ആണോ കടയിൽ നിന്ന് എടുത്ത? ആ പൈസ അത്രയും ഷോർട്ടേജ് വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതല്ലേ ധർമ്മ, അത് നിന്റെയും കൂടെ കടയില്ലേ എന്നൊക്കെ ഇങ്ങനെ ധർമ്മന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ നമ്മുടെ ബാലച്ചൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കൂട്ടാക്കാനോ കേൾക്കാനോ ഒന്നും ധർമ്മം നിന്നില്ല. എന്തായാലും നമ്മുടെ ദേവമംഗലം വിട്ട് ധർമ്മനും സുകന്യ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൈസ കടയിലെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പണം കട്ടെടുത്ത കള്ളനെ കയ്യോടെ പിടിക്കുകയും ചെയ്തു. ആനന്ദ് മുൻകൈ എടുത്ത് തന്നെ ആ കള്ളനെ പിടിച്ചു. കാരണം ദേവി പോലും അറിയാണ്ട് ഉദയഭാനുവിന്റെ കളികളായിരുന്നു അതെന്നുള്ളത് ആനന്ദ് ഞങ്ങളുടെ തെളിയിച്ച് നേരത്തെ മുന്നിലോട്ട് ഇട്ടു കൊടുക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് വരുന്ന, നാളെ മറ്റന്നയൊക്കെ ആയിട്ട്, ഇന്നല്ല കേട്ടോ, നാളെ മറ്റന്നയൊക്കെ ആയിട്ട് വരുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ സാന്ത്വനം 2-ന്റെ ആ ഒരു നല്ല ട്വിസ്റ്റ് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ തന്നെ കാണാം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോലെ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ കേട്ടോ, ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒന്നും ആരുടെയും വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ടൈമിന് എന്തെങ്കിലും, ഇപ്പൊ ഈ ഇടയായിട്ട് എനിക്ക് ചില ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ ടൈമിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും പറ്റുന്ന പോലെ ഞാൻ കൃത്യമായിട്ട് ഇടാൻ ഇനി അങ്ങോട്ട് നോക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു. Thank you. Bye bye. Tata. Take care.